എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള വെളുത്തുള്ളി ഉപയോഗിച്ചിട്ട് ഒരു കറി തയ്യാറാക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു വെളുത്തുള്ളി കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കാശ്മീരി ഉണക്കമുളകാണ് ചേർക്കുന്നത്. ഞാനൊരു 4 എണ്ണമാണ് കാശ്മീരി ഉണക്കമുളക് ചേർക്കുന്നത്. ഇതിൻ്റെ ഒരു തണ്ട് കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളകാണ്. മുഴുവനോടുകൂടിയ കുരുമുളക് 1/2 ടീസ്പൂൺ, നമ്മുടെ എരിവിനനുസരിച്ചിട്ടോ. ഉലുവ 1/4 ടീസ്പൂൺ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം, കരിഞ്ഞു പോരുത് കേട്ടോ. ഇത് റെഡിയായി വന്നോളും. പിന്നെ ഒരു 17-18 വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് ചെറുതും വലുതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു മസാല പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വെളുത്തുള്ളി ചേർക്കുന്നത്. പിന്നീട് നമ്മൾ വെളുത്തുള്ളി ചേർക്കും, കാരണം വെളുത്തുള്ളി ചേർത്തിട്ടുള്ള ഒരു കറിയാണല്ലോ. ഒന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 8 ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. ഒന്ന് വഴന്നു വന്നോട്ടെ. തീ കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് ഒരു 2 തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്നു വന്നോളും. തക്കാളി ഒന്ന് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഞാനിത് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് തുറന്നു നോക്കാം. ഇപ്പം അതേ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഇതുപോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ. തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് നല്ല പേസ്റ്റായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കട്ടെ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഒഴിക്കാതെ തന്നെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാനിതോടെ തണുക്കാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഗ്രേവി ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെയിം കടായിൽ തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ലെണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മുഴുവനോട് കൂടി കുരുമുളക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട. പിന്നെ ഒരു 3-4 ഉണക്കമുളക്, കറിവേപ്പില 2 തണ്ട് കറിവേപ്പില. പിന്നെ ചേർക്കണത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂൺ. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കണത് 1/2 കപ്പ് അളവിൽ വെളുത്തുള്ളിയാണ് കേട്ടോ. തൊലി കളഞ്ഞെടുത്ത വെളുത്തുള്ളിക്കറിയില്ല, അപ്പോൾ വെളുത്തുള്ളി അത്യാവശ്യം അളവിൽ വേണമല്ലോ. അപ്പോഴാണ് ഒരു ഫ്ലേവേഴ്സൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 25ഓളം ചെറിയുള്ളിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ തക്കാളിയൊക്കെ വഴറ്റിയ സമയത്ത് ഉപ്പ് ചേർത്തിരുന്നു, അപ്പോൾ ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കാം. ഒന്ന് വഴന്ന് വന്നോട്ടെ. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ട് ഇതുപോലെ വഴന്ന് വരണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 2 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. അപ്പം അത്യാവശ്യം കുറച്ച് എണ്ണ ഇതുപോലെ ഉണ്ടായിരിക്കണം കേട്ടോ. ഇതിപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം സ്പൈസിയാണ്. അതിനുശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാല നല്ലപോലെ ഒന്ന് വഴന്നു വന്നോട്ടെ. ഒന്ന് അടച്ചു വെച്ചിട്ടൊരു 5-6 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മസാല നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് ഞാൻ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. സാധാരണ കോൽപ്പുളി അല്ലെങ്കിൽ വാളംപുളി പിഴിഞ്ഞെടുത്ത വെള്ളം, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു വാളംപുളിയുടെ ഒരു കഷ്ണം എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്.
ഇത് ഒഴിച്ചു കൊടുക്കാം പുളിക്കനുസരിച്ച്. പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി നല്ല തിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ ലൂസാക്കി എടുക്കണ്ടേ, കറിയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടി ആ വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് ആ ഒരു പുളിയുടെ പച്ചമണവും എല്ലാം മാറി ഒന്ന് കുറുകി വന്നോട്ടെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് റെഡി ആയിട്ട് വന്നോട്ടെ. തീ കുറച്ച് വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മതി, ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര എന്തിനാണ് ചേർക്കണതെന്ന് വെച്ചാൽ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കഴിയുമ്പോൾ ഈ ഒരു കറി വേറൊരു ലെവലിലേക്ക് തന്നെ വരും കേട്ടോ. ശർക്കര സ്കിപ്പ് ചെയ്യാതെ ചേർക്കാം. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ തിക്നെസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് ലൂസാക്കണ്ട. ഉപ്പും പുളിയും എരിവും എല്ലാം പെർഫെക്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ അത്യാവശ്യം സ്പൈസിയാണ്. ആ ഒരു വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണ പ്ലെയിൻ റൈസിൻ്റെ കൂടെ കഴിക്കാം, അടിപൊളി തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് വെളുത്തുള്ളി കഴിക്കുന്നത് കൊണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടെ. എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.